രേഷ്മ, ബി.ജെ.പി വലിയ പ്രതീക്ഷയോടുകൂടിയാണ് 2026 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. നമുക്കറിയാം, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ഫണ്ട് ബി.ജെ.പിക്ക് പ്രാവശ്യം പ്രചാരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ലഭിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ കേരളത്തിൽ തമ്പടിച്ച പ്രചാരണത്തിന് നേതൃത്വം നൽകുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത്രയും വലിയ ശുഭപ്രതീക്ഷയോടുകൂടി വന്ന ബി.ജെ.പി ഇലക്ഷന് ശേഷം പറഞ്ഞത് 11 ഇടങ്ങളിലെങ്കിലും ബി.ജെ.പി സീറ്റുകൾ നേടുമെന്നാണ്. പക്ഷേ പൊതുവെ പറയപ്പെടുന്ന ഒരു അഭിപ്രായം, ബി.ജെ.പിയുടെ ഇലക്ഷന് ശേഷമുള്ള കോർ കമ്മിറ്റി യോഗത്തിൽ ഒരു സീറ്റ് പോലും ബി.ജെ.പി നേടില്ല എന്ന ഒരു ധാരണയിലാണ് എത്തി നിൽക്കുന്നത് എന്ന അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നു. പാലക്കാട്, മഞ്ചേശ്വരം, നേമം, കഴക്കൂട്ടം, അങ്ങനെ ഇത്രയും 4 ഇടങ്ങളിലെങ്കിലും ഉറപ്പായും വിജയ സാധ്യത ഉണ്ടായിരുന്ന ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗത്തിന് ഒരു സീറ്റ് പോലും തുറക്കില്ല എന്ന നിലയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏതെങ്കിലും ഒരു സീറ്റെങ്കിലും ബി.ജെ.പിക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ ഇനിയും കാണുന്നുണ്ടോ? എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. കാരണം ഈ വട്ടിയൂർക്കാവിൻ്റെ ഒരു സ്ഥിതി അനുസരിച്ച് അവിടെ 1, 2 സ്ഥാനങ്ങളിൽ, അതായത് 1, 2, 3 സ്ഥാനങ്ങളിൽ ബി.ജെ.പി വന്നിട്ടുള്ളതാണ്. മാത്രമല്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു എ ക്ലാസ് മണ്ഡലം, അതായത് വിജയ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഈ പറയുന്നത് പോലെ തന്നെ ബി.ജെ.പിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ആ പ്രതീക്ഷ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറിയിരിക്കും. വേറൊന്നുമല്ല, ഈ ആർ ശ്രീലേഖയെ അവിടുത്തെ ജനങ്ങൾക്ക് അത്ര വലിയ താല്പര്യമില്ല എന്നതാണ് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വോട്ട് മറിയാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും ഈ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ബി.ജെ.പിക്ക് മറ്റൊരു കാര്യം കൂടി വെല്ലുവിളിയായി മാറുന്നുണ്ട്. അതായത് ക്രൈസ്തവർക്കെതിരെയും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരെയും ബി.ജെ.പി നടത്തുന്ന ഈ ഒരു വർഗീയ വിവാദങ്ങളൊക്കെ വലിയ പ്രശ്നത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. മാത്രമല്ല അത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അതിനെ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ബി.ജെ.പിക്ക് ഇത്തവണ കേരളത്തിൽ വലിയ പ്രതീക്ഷയില്ലാത്തത്. നമ്മൾ ഈ അടുത്ത് കണ്ടതാണ് ബിഷപ്പുമാരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ശ്രീലേഖയെ പോലുള്ളവരെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയെങ്കിലും അവിടെ അവരെ വിജയിപ്പിക്കാനുള്ള താല്പര്യമൊന്നും, അങ്ങനത്തെ രീതികളൊന്നും അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ ഒരു അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും അവിടെ ഒരു അതൃപ്തി അതിലൂടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു അതൃപ്തിയിലാണ് ഇപ്പോൾ കട്ടയ്ക്ക് UDF-ഉം LDF-ഉം നിൽക്കുന്നത്. അവർക്ക് ഇരു കൂട്ടർക്ക് വലിയൊരു പ്രതീക്ഷയാണുള്ളത്. ഈ ബി.ജെ.പിക്ക് വട്ടിയൂർക്കാവിലെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ ബി.ജെ.പിയെ മാറ്റി നിർത്തി LDF-നെയും UDF-നെയും മാത്രം പരിഗണിച്ചാൽ മതി എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. എന്തായാലും ഈ ആർ ശ്രീലേഖ 3-ാം സ്ഥാനത്തേക്ക് എന്നതാണ് ഇപ്പോൾ അവിടുന്ന് ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. കാരണം വട്ടിയൂർക്കാവില് സംബന്ധിച്ചിടത്തോളം ഇനി ബി.ജെ.പി ആയിട്ട് വലിയൊരു മത്സരമില്ല. ശ്രീലേഖ 3-ാം സ്ഥാനത്തേക്ക് റിസൾട്ട് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വോട്ടെണ്ണുന്ന സമയത്ത് LDF-ന് എത്ര UDF-ന് എത്ര എന്ന് മാത്രം ചിന്തിച്ചാൽ മതി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. അതായത് വട്ടിയൂർക്കാവില് 2 മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. അതായത് UDF-ഉം LDF-ഉം. അവിടെ ഈ 8,000-നും 10,000-നും ഇടയിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് CPM-ന്റെ കണക്ക്. എന്നാൽ അവിടെ 5,000-നും അതുപോലെ തന്നെ 10,000-നും ഇടയിൽ വിജയിക്കുമെന്നാണ് ഈ UDF-ന്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് UDF കണക്ക്. അതെ, ഈ 2 പേർക്കും വലിയ വിജയപ്രതീക്ഷയാണുള്ളത്. പക്ഷെ അത് റിസൾട്ട് വരുമ്പോൾ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ട് പറയാൻ കഴിയൂ. രേഷ്മ, ഈ ഒരു LDF-ന്റെയും UDF-ന്റെയും ഒരു അവര് എത്രയാണ് പ്രതീക്ഷിക്കുന്നത്, എത്ര ഭൂരിപക്ഷം ലഭിക്കും എന്നൊക്കെ ഉള്ള കണക്കുകൾ വരുമ്പോഴും ഈ VK പ്രശാന്ത്, നമ്മളുടെ LDF-ന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് LDF കണക്ക് കൂട്ടാത്ത മേഖലകളിൽ നിന്നും ഉള്ള വോട്ട് ഉൾപ്പെടെ 21,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള അത്രയും കടുത്ത ശുഭപ്രതീക്ഷയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും 21,000 വോട്ട് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ബി.ജെ.പി എന്ന് പറയുന്ന ഒരാൾ അവിടെ നിന്ന് കണക്കിൽ കൂട്ടേണ്ട ആവശ്യമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഈ പാലക്കാട് ഉണ്ടായ സംഭവ വികാസങ്ങൾ, അതായത് നമ്മളുടെ UDF-ന്റെ രമേശ് പിഷാരടിയെ തടഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വോട്ടിന് നോട്ട് എന്ന് പറയുന്ന ഒരു ക്യാമ്പ് ഇത് വന്നു, അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വസ്ത്രം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ ബി.ജെ.പിയുടെ ഒരു തകർച്ചയ്ക്ക് അല്ലെങ്കിൽ വോട്ട് കുറയുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം പാലക്കാട് ബി.ജെ.പി കേരളത്തിൽ വരാൻ ആഗ്രഹിക്കാത്ത ഒരുപറ്റം ആളുകളുണ്ട്. അപ്പോൾ അവർക്കും പിന്നെ ഈ ബി.ജെ.പി ശരിക്കും മനസ്സിലാക്കാത്ത കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇവർക്കിടയിൽ ഇങ്ങനത്തുള്ള പ്രചാരണങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ഇവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ അതിനെതിരെ ആളുകൾ വരും. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രൈസ്തവർക്കെതിരെയുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ, മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ, അപ്പം എന്തിനേറെ പറയുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരം പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, നമ്മൾ കണ്ടതാണ്. അപ്പോൾ
കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അങ്ങനെ ഒരു വർഗീയത വലിയ രീതിയിൽ ഇല്ലാത്തത്, ഒരു പക്ഷേ BJP ഭരണമില്ലാത്തത് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് കാണാം. എന്തായാലും പറഞ്ഞു വരുന്നത്, ഇവിടെ ഇത്തരം നീക്കങ്ങൾ പോലും ചെറിയ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ അവരിനി വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവർക്കൊരു പ്രതീക്ഷ ഇല്ലാതെ പോലെ തന്നെ ജനങ്ങൾ പിന്തിരിയുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ 3-ാം സ്ഥാനത്തേക്ക് ശ്രീലേഖ വരും എന്നുള്ളത് പറയുന്നത്. ഈ ശ്രീലേഖ താല്പര്യമില്ല ജനങ്ങൾക്ക്. അവരൊരു സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയാൽ പോലും അവർക്ക് ഒരു സപ്പോർട്ടോ ഒരു പിന്തുണ നൽകുന്ന രീതിയിലല്ല. മാത്രമല്ല ജനങ്ങൾ മാത്രമല്ല, നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും ആ ഒരു ശ്രീലേഖ എന്ന് പറയുന്ന വ്യക്തിക്ക് എത്രമാത്രം സ്വീകാര്യതയുണ്ട് എന്ന് ചിന്തിക്കാതെയാണ് പാർട്ടി അവരെ നിർത്തിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ ഒരു സാഹചര്യത്തിൽ, അല്ലെ? അതെ. മാത്രമല്ല 1,65,272 വോട്ടർമാരാണുള്ളത്. അപ്പൊ ഈ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ടുകൾ വളരെ നിർണായകമാണ്. അതിൽ 61,125 പുരുഷന്മാരും 66,000 സ്ത്രീകളും അടക്കം 1,27,712 പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം SIR-ന് ശേഷം 42,000 വോട്ടർമാർ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ കുറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു BJPക്ക് തിരിച്ചടിയാവാനുള്ള സാധ്യതയും എന്തായാലും ഉണ്ട്. എന്തായാലും ഈ 3-ാം സ്ഥാനത്തേക്ക് തന്നെയാണ് നിൽക്കുന്നത് ശ്രീലേഖ. മാത്രമല്ല BJPക്കും അതൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യം. അവരുടെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് 3-ാം സ്ഥാനത്താകുമെന്നാണ് അവരും പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വട്ടിയൂർക്കാവിലെ മാത്രമല്ല പൊതുവായിട്ടുള്ള BJP കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ സ്ഥാനം അല്ലെങ്കിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ട്, ഈ ഒരു ഇലക്ഷൻ വോട്ടെണ്ണി കഴിയുന്നതോടുകൂടി ഏകദേശം ഒരു ക്ലിയർ ആയിട്ടുള്ള ചിത്രം നമുക്ക് വ്യക്തമാകും. BJP ഒരുപക്ഷെ ഇനി ഈ ഒരു കേരള രാഷ്ട്രീയത്തിൽ തന്നെ എത്രമാത്രം ഉണ്ടാകുമെന്ന് കണ്ടറിയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്നാണ്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും BJPക്ക് പ്രതീക്ഷയുള്ള A ക്ലാസ് മണ്ഡലങ്ങളിൽ കനത്ത തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ വിദ്യ പറയുന്നത് പോലെ തന്നെ മഞ്ചേശ്വരം, അതുപോലെ നേമം, വട്ടിയൂർക്കാവ് എന്നിവിടങ്ങളിലൊക്കെ ചെറിയ തോതിൽ ഒരു ആശങ്കയുണ്ട്. കാരണം BJP പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല, അതിനെതിരെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആശങ്ക BJPക്കുണ്ട്. മാത്രമല്ല ഇത്തവണ ഈ വർഗീയത വലിയ രീതിയിൽ തന്നെ അതിനെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകൾ തീർച്ചയായിട്ടും അത് BJPയിൽ നിന്ന് മാറും എന്നുള്ളതാണ്. രേഷ്മ, എന്തുകൊണ്ടായിരിക്കും ഈ നമ്മളിപ്പോൾ സംസാരിച്ചത് മുഴുവൻ വട്ടിയൂർക്കാവിലെ കാര്യത്തെക്കുറിച്ചാണ്, പക്ഷേ പൊതുവായ കേരള രാഷ്ട്രീയത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട്, മഞ്ചേശ്വരം, നേമം, കഴക്കൂട്ടം തുടങ്ങിയ 5 സ്ഥലങ്ങളിലെങ്കിലും ഉറപ്പായും ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നു. ഈ പറഞ്ഞ 4 സ്ഥലങ്ങളിൽ BJP ഉറപ്പിച്ചിരുന്നതാണ് വിജയം. പക്ഷെ അവിടെ പോലും വിജയ പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് BJP മാറിയിരിക്കുന്നു. അപ്പോൾ ഇനി എന്തായിരിക്കും? ഇത്രയും മാത്രം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു നോട്ട് വിവാദമാണോ, അല്ലെങ്കിൽ പിഷാരടിയെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ, എന്തായിരിക്കും? അല്ലെങ്കിൽ BJP എന്തുകൊണ്ടാണ് എത്രമാത്രം ശുഭപ്രതീക്ഷയോടിരുന്ന BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു? അല്ലെങ്കിൽ അവരുടെ കോർ കമ്മിറ്റി ആ ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു സീറ്റ് പോലും കിട്ടാൻ സാധ്യതയില്ല എന്ന് അവർ തന്നെ ഉറപ്പിക്കാനുണ്ടായ സാഹചര്യം എന്തായിരിക്കും? അതിൽ കേരളം മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അധികം പറയാനുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കേന്ദ്രമന്ത്രിയുണ്ട്. BJP സ്ഥാനാർത്ഥിയായിരുന്നു, അദ്ദേഹം MP ആയിരുന്നു, ഇപ്പൊ കേന്ദ്രമന്ത്രിയായിട്ട് ഇരിക്കുകയാണ്. പക്ഷെ കേരളത്തിന് വേണ്ടിയിട്ട് യാതൊരുവിധ ഉപകാരവും ഇല്ലാതായി പോയൊരു മന്ത്രിയായിട്ട് പറയേണ്ടി വരും. വേറെ ആരുമല്ല, സുരേഷ് ഗോപി. മാത്രമല്ല ഇനി കേരളത്തില് ഈ കേന്ദ്രം കാണിക്കുന്ന അവഗണന ജനങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ തന്നെ കേരളത്തെ എത്രത്തോളം തഴഞ്ഞു എന്നുള്ളത്. കാരണം കേരളത്തിൽ BJP സഖ്യം കുറവാണ്, BJP സഖ്യം കൂടിയാൽ മാത്രമേ എന്തെങ്കിലും അനുവദിക്കുള്ളൂ എന്നുള്ളൊരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനി ന്യൂനപക്ഷ വോട്ടുകൾ, അതായത് ന്യൂനപക്ഷത്തെ അല്ലെങ്കിൽ ഈ മുസ്ലിം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ക്രൈസ്തവരെ ഈ തള്ളി പറയുക, അവർക്കെതിരെ ഒരു വർഗീയത വരുത്തുന്ന കുറച്ച് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ഈ മണിപ്പൂരിലും അല്ലെങ്കിൽ വേറെ ഈ പറയുന്ന ഉത്തരേന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ ഈ പള്ളികൾ പൊളിച്ചു പണിയുന്നതും അവിടുത്തെ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളൊക്കെ ഇവിടുത്തെ ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും ഇതേവരെ മോദി സർക്കാർ ഒരു യാതൊരു തരത്തിലുള്ള നടപടികളൊന്നും എടുത്തിട്ടില്ല. അപ്പം അങ്ങനെ അത്തരം ആളുകളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ അവസ്ഥ ഇതാവുമെന്ന് അതറിയാം. അതുകൊണ്ടാണ് അത്തരം നീക്കങ്ങളിലേക്ക് പോകാത്തത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ തന്നെ ശോഭാ സുരേന്ദ്രനൊക്കെ നമ്മൾ ഏറ്റവും കരുത്തുറ്റ സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തതാ. പക്ഷെ നമ്മൾ അവര് ഒരു യഥാർത്ഥ മുഖം പിന്നീട് കണ്ടു. എന്നിട്ട് ആ കള്ളത്തരം അതിനുശേഷം ആ ഒരു സ്ത്രീയെ വിളിച്ച് പറയുന്ന ഒരു വീഡിയോ വരെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരു നമ്മള് സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ ഇവരെന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഇലക്ഷന് ശേഷം വന്ന വീഡിയോ ആയിരുന്നു. ഈ
അവർ തിരിച്ചു പ്രതികരിക്കുന്നതൊക്കെ. പക്ഷെ അതിന് ഇലക്ഷന് മുൻപാണ് ഇത്തരത്തിലൊരു വീഡിയോ വന്നിരുന്നെങ്കിൽ കുറെ കൂടി BJPക്ക് ലഭിക്കുന്ന വോട്ടുകൾ കുറഞ്ഞേനെന്നാണ് എനിക്ക് തോന്നുന്നത്. BJPയിൽ എപ്പോഴും ഒരു ഭീഷണിയും വെല്ലുവിളിയും കൂടുതലാണ്. ഇപ്പം ഒരു സ്ത്രീ നേതാവ്, ഒരു കരുത്തുറ്റ നേതാവ് എന്നതിലുപരി ഈ ശോഭാ സുരേന്ദ്രൻ ഒരു ഗുണ്ടാ നേതാവായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങൾ കേരളത്തിൽ കാണുന്നുണ്ട്. മാത്രമല്ല അവരുടെ ഭരണത്തെ പറ്റി ജനങ്ങൾക്കറിയാം, അവർ വന്ന എന്താവും സ്ഥിതി എന്നറിയാം. അതുകൊണ്ടാണ് ജനങ്ങൾ അതിനെ വോട്ട് കൊടുക്കാത്ത അല്ലെങ്കിൽ മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും നിലവിൽ ഈ പറയുന്ന BJPക്ക് അവിടെ വലിയൊരു സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും BJP വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിലാണ്.